ഉപനിധി കാക്കുക. 1 തിമോഥെയോസ് 6:20. വളരെ വിലപ്പെട്ടതായ ഒരു വസ്തു സൂക്ഷിപ്പാനായി കൈമാറിയതിനെയാണ് ഉപനിധി എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയതെല്ലാം വിലപ്പെട്ടതാണ്. സുവിശേഷത്താൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് തിമോഥെയോസിൻ്റെ ഉപനിധി. അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്നു. കാരണം ആ ഉപനിധിയെ ശത്രു കൈക്കലാക്കുവാൻ നോക്കുന്നു. നമ്മുടെ ശത്രു ലോകവും പാപവും പിശാചുമാണ്. നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കുവാൻ, സുവിശേഷത്തിൻ്റെ തീവ്രത കെടുത്തിക്കളയുവാൻ, സംശയാലുക്കളാക്കുവാൻ, അലസത വരുത്തുവാൻ ശത്രു ശ്രമിക്കുന്നു. നമ്മുടെ സത്യത്തിൻ്റെ അളവുകോൽ ദൈവവചനമാണ്. വചനത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഉപനിധി കാക്കുവാൻ കഴിയുകയുള്ളൂ. 2 തിമോഥെയോസ് 1:14 പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സഹായവും അതിനായി നമുക്ക് അത്യാവശ്യമാണ്. വിശുദ്ധിയിൽ ജീവിക്കുന്നതിലൂടെയും സുവിശേഷം പങ്കുവയ്ക്കുന്നതിലൂടെയും ആ നല്ല ഉപനിധി കാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉപനിധി ഒരു ഭാരമല്ല, വിലപ്പെട്ട ധനമാണ് എന്ന് നാം തിരിച്ചറിയണം. അന്ത്യം വരെയും അത് കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് കഴിയട്ടെ.